കുറഞ്ഞ ചിലവിൽ ഒരു വിന്റേജ് ജേർണൽ ഉണ്ടാക്കിയാലോ? ഇതിനായി ഞാൻ A4 ഷീറ്റാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അധിക ഷീറ്റൊന്നും എടുക്കുന്നില്ല. ഒരു 15 ഷീറ്റോളാണ് എടുത്തത്. അത് ഇതുപോലെ കൈകൊണ്ട് പിച്ചി കൊടുക്കുന്നുണ്ട് ഒരു വിന്റേജ് എഫക്റ്റിന് വേണ്ടിയിട്ട്. ഇനി പേപ്പർ ഡൈയിങ് ആണ്. ഇത് എങ്ങനെ ചെയ്യുന്നതെന്നെല്ലാം ലോങ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഡൈ ചെയ്തത് ഡ്രൈ ആയ ശേഷം ഇതുപോലെ ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ മൂന്നെണ്ണം വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് ബൈൻഡിങ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. ഒരു 10 സെറ്റോളം ഉണ്ടായിരുന്നു. ഇനി ബൈൻഡിങ് ചെയ്യുന്നതാണ്. സൂചി നൂല് ഉപയോഗിച്ചാണ് ബൈൻഡിങ് ചെയ്യുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് താഴെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ജസ്റ്റ് ആയിട്ട് ഫെവിക്കോൾ കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും വേണ്ട, നമുക്ക് ബൈൻഡിങ് തന്നെ മതിയാവും. ഇത് ഞാൻ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. ഇനി ഇതിന്റെ കവർ റെഡിയാക്കാൻ വേണ്ടി കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ബുക്കിന്റെ അളവനുസരിച്ച് 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേരിയ പീസ് എടുത്തിട്ടുണ്ട്. അത് ബുക്കിന്റെ തടി അനുസരിച്ചാണ്. എന്നിട്ട് ഒന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ബാക്ക് വശം പേപ്പറിൽ ഫെവിക്കോൾ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി അത് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി. ഇനി ഇതിനെ പൊതിയാൻ വേണ്ടി ഞാനൊരു നോട്ടീസാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറായിട്ട് എടുക്കാം. നോട്ടീസ് ഉണ്ടെങ്കിൽ ചാർട്ട് പേപ്പറിനേക്കാൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് ഇതുപോലെ ഫുള്ളും പൊതിഞ്ഞു കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു A4 ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജേർണൽ ബുക്കിന്റെ കവറിന്റെ ഒരു ബേസ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള പ്രോസസ് പാർട്ട് 2 ആയിട്ട് ഇടാം. താങ്ക് യു.